നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. US ചൈന വ്യാപാര സംഘർഷവും തീരുവ വർധനവും ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. തീരുവ വർധനവ് പല രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. തീരുവ കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വരെ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് LPG ഇറക്കുമതി രംഗത്ത് ഇന്ത്യക്ക് ആശ്വാസകരമാകുന്ന ഒരു വാർത്ത UAE നിന്നും വരുന്നത്. UAEയിലെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അതായത് ADNOC 2025 ജൂൺ മുതൽ ഇന്ത്യയിലേക്കുള്ള തങ്ങളുടെ LPG വിതരണത്തിന്റെ ഒരു ഭാഗം അമേരിക്കൻ കാർഗോകളാക്കി മാറ്റുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ ചരക്ക് താരതമ്യേന വില കുറഞ്ഞതാണ് എന്നതാണ് ശ്രദ്ധേയം. അതിനാൽ തന്നെ ഈ നീക്കത്തിലൂടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ LPG ഇറക്കുമതിക്കാരായ ഇന്ത്യക്ക് കുറഞ്ഞ ചെലവിൽ LPG ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US ചൈന വ്യാപാര സംഘർഷവും തീരുവ വർധനവുമാണ് ഇതിന്റെ പ്രധാന കാരണം. ട്രംപിന്റെ നീക്കത്തിന് മറുപടിയായി ചൈനയും US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ചൈന അമേരിക്കയിൽ നിന്നും LPGക്ക് മാത്രം 145% തീരുവ ചുമത്തിയത്. ഇതോടെ US LPGയുടെ വില മിഡിൽ ഈസ്റ്റേൺ ബെഞ്ച്മാർക്കായ സൗദി കോൺട്രാക്ട് പ്രൈസിനേക്കാൾ കുറവാകുകയും ചെയ്തു. സാഹചര്യം മുതലെടുത്ത ഇന്ത്യൻ റിഫൈനറികൾ US LPG സൗദി CP ഡിസ്കൗണ്ടിൽ ആവശ്യപ്പെടുകയായിരുന്നു. അഡ്നോക് ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കുകയും ജൂൺ ജൂലൈ മാസങ്ങളിൽ വാർഷിക കരാറുകളിലൂടെ US LPG വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിലൂടെ ഗാർഹിക വാണിജ്യ ഉപയോഗത്തിനായുള്ള LPGയുടെ ഇറക്കുമതി കുറയും. എന്നാൽ മിഡിൽ ഈസ്റ്റേൺ LPGയുടെ എല്ലാ വോളിയവും US കാർഗോകളാൽ പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാൻ പ്രയാസമാണെന്നും വ്യവസായ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. പുതിയ സാഹചര്യം ചൈനയിലെ LPG വിതരണത്തെയും ബാധിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള കമ്പനികൾ US LPG ഒഴിവാക്കി മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള വിതരണം വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ വില നൽകേണ്ടി വരുന്നു. ചൈനയെ സംബന്ധിച്ച് ഇത് നഷ്ടമാണെങ്കിൽ മറുവശത്ത് അഡ്നോക്കിന് ഇത് ലാഭകരമായ ബിസിനസ്സായി മാറുന്നു. പുതിയ വിപണി സാഹചര്യത്തിൽ ഇന്ത്യൻ റിഫൈനറികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, അഡ്നോക് എന്നിവരോട് പ്രതികരണം തേടിയെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സർക്കാർ ഡാറ്റ പ്രകാരം 2023-24 ഇന്ത്യ മൊത്തം LPG ഉപഭോഗത്തിന്റെ 60% ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതായത് ഏകദേശം 29.66 ദശലക്ഷം മെട്രിക് ടൺ. അതേസമയം രാജ്യത്തെ ഗാർഹിക ഉപയോഗത്തിലുള്ള പാചകവാതക വില അടുത്തിടെ വർദ്ധിച്ചിരുന്നു. സബ്സിഡി ഉള്ളതും സബ്സിഡി ഇല്ലാത്തതുമായ ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടറുകളുടെ വില 50 രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചതും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കും ഗുണഭോക്താക്കളല്ലാത്തവർക്കും ഈ നിരക്ക് വർധന ബാധകമാണ്.